നമ്മൾ ഒരു ചെറിയൊരു ഷോർട്ട് യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ല നിങ്ങൾ ചോദ്യം, അത് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ഞങ്ങളുടെ ഒരു കുഞ്ഞു പാവയ്ക്കുന്ന കുഞ്ഞ് അപകടം പറ്റി. അവിടെ മുട്ടിലാണ് അപകടം പറ്റിയത്. പക്ഷെ ഒരു കുഞ്ഞേ ഉള്ളൂ അല്ലേ? നമുക്ക് പോവാം, അത് നമുക്ക് പോവാം. പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരൊരാൾ മരത്തിൻ തൊട്ടിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമൂടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് പാളന്റെ പെണ്ണ് തളത്തിനത്ത് നല്ല ചൂട് വെച്ചിടും. പാടത്തിൻ്റെ ഓരത്തവളെന്നും ഇരിക്കും തെച്ചി പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. പാൽക്കാരൻ പയ്യനെ കാണാൻ വാഗമരത്തിൻ മറവില് നിന്ന് ആരുമറിയാതെ അവളെന്നും മെല്ലെ നോക്കിയിടും, പിന്നെ പുഞ്ചിരി തൂകിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറ് നടന്നൊരു കാല തന്ന് ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരൊരാൾ മരത്തിൻ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ട
ഒരുപാട് പോയി അപ്പൊ ഞങ്ങളിങ്ങനെ കളി കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. കാഴ്ചപ്പാട് അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തുള്ള ഒരു കൊമ്പുണ്ട്. വരൂ ഈശ്വരാ നമ്മളെ കഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു കൊണ്ടുപോയി ഇവിടെ വശത്തത് ഭയങ്കര ഇത് ആഴത്തോട്ട് നോക്കി നടക്കണം. ഒപ്പം ചാണകമൊക്കെ ചവിട്ടിനും വരും. ഓക്കെ നമുക്ക് പോകാം. പക്ഷെ ആ വഴിക്ക് അറിയാം കേട്ടോ, അത് മുഹമ്മദ് മാഷിന്റെ വീടൊക്കെ വഴിയാണ്. മുഹമ്മദ് മാഷിന്റെ വീടൊക്കെ വഴി പടവരമ്പത്തിലൂടെ ഒരു ക്ഷമിച്ചേ പടവരമ്പത്തിലൂടെ പാട്ടിട്ടാതിയ ഒരുപോലെ കൂടെയും എടുത്ത് അത്ര ആണെന്നില്ല. അടുപ്പക്കാരന് തേനാണ് വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ് മിടുമിടുക്കുള്ള ജോയ് പണിക്ക് ചെന്നതിൽ പിറ്റേന്ന് പണിയത്തിന് പോയാലും ഒന്നി ബൈക്ക് സ്കൂട്ടി കയറാൻ പിന്നൊന്ന് കാണാൻ അത് അതിലൂടെ പോകാൻ പറയാം. ആ രത്ന ചേച്ചിയുടെ വീട് മുകളിലുണ്ട്. മുകളില് അല്ല അവനെ ഇതിനെ പെടുത്തേ